അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയ വീട്ടിലെത്തിയപ്പോൾ തന്നെ അഹങ്കാരവും കൂടി കുഞ്ഞിക്കതിയാത്താക്ക് മോൾക്ക് പ്രസവവേദന തുടങ്ങിയിട്ടുണ്ട്. സത്താർ കൂടെയുണ്ട്. സത്താറേ മോനെ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അതായിരിക്കും നല്ലത്. എന്നാൽ മോൾക്ക് പ്രസവവേദന കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഒരു കൂസലുമില്ലായിരുന്നു ആ താത്താക്ക്. അവർ സത്താറിനോട് പറയുകയാണ്, അതെ പിന്നെണ്ടല്ലോ സത്താറേ, ഓളെ കൈ പിടിച്ചങ്ങോട്ട് വണ്ടി കൊണ്ടേക്കോ. എന്നാൽ മോളെ സൗദ, ഞാൻ പിടിക്കാം മോളെ, നീ എന്തിനിങ്ങനെ ടെൻഷനാകുന്നത്, ഞാൻ പിടിക്കാം നിന്നെ. അവൾക്ക് വേദന കൊണ്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ബേജാറാകുന്നുണ്ട്. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. എന്താ മോളെ നീ ഇങ്ങനെ? അന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ തന്നെയാണത്. അന്നെ സംരക്ഷിക്കാൻ ഒരു കുട്ടിയും വന്നില്ല. അതെ, ഒരിക്കലും ആർക്കും പറ്റുന്ന സത്താറിനുണ്ടായത്. ഇപ്പം എങ്ങനെയുണ്ട്? സത്താർ അവളുടെ കൈകളിൽ പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവൾ വേണ്ടെന്ന്. എന്താ സൗദ ഇത്? നിനക്കെന്താ വട്ടാണോ? നീ അങ്ങനെ വീണുപോയാലേ പിടിക്കാൻ ഞാൻ പറ്റില്ല. എന്നാൽ സത്താർ അതാ അറിയാതെ അവളുടെ തോളിലൂടെ കൈയിടുന്നു. എന്നാൽ സത്താർ തന്നെ പിടിക്കുമ്പോൾ അവൾക്ക് ശരീരത്തിലൂടെ എന്തൊക്കെയോ ഒരു അറപ്പും വെറുപ്പുമാണ് തോന്നിയത്. എന്നാൽ ഉമ്മ പറഞ്ഞു, മിണ്ടാതെ അടങ്ങി അവിടെ ഇരുന്നോ. അതെ, പ്രസവമാണ് എനിക്ക്. 10 മാസമായിക്കണ്. എന്തെങ്കിലുമൊക്കെ വീണ് പറ്റിയിട്ടുണ്ടെങ്കിലേ അത് അതിനേക്കാളും വലിയ കേടായിത്തീരും. അങ്ങോട്ട് കയറിക്ക വണ്ടിക്ക്. ഉമ്മ, ഞാൻ പിന്നിൽ ഇരുന്നോളാം. മുന്നിൽ കയറ്. പിന്നിലേ കുത്തിക്കുൽക്കാണ്, മുന്നിൽ കയറിയാൽ മതി. എന്താന്നില്ലേ. അവൾക്ക് കഴിയുന്ന രീതിയിൽ അവൾ അതാ ഫ്രണ്ടിൽ കയറാൻ വേണ്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷെ ഉമ്മ നിർബന്ധിക്കുന്നു. എന്താ, ഞാൻ പിടിക്കണോ? സത്താർ അതാ പറയുന്നു. എന്നാൽ സൗദ അതാ എങ്ങനെയൊക്കെയോ ഫ്രണ്ടിൽ കയറിയിരുന്നു. ബെൽറ്റൊന്നും ഇടണ്ട, അത് കുഴപ്പമില്ല, ബെൽറ്റ് ഇടാൻ കഴിയൂലല്ലോ. അവൾക്ക് നല്ല വേദനയുണ്ട്. ഉമ്മ വേഗം. മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ഞാനില്ലേ. അങ്ങനെ അത് സത്താർ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അതാ ചോദിക്കുന്നു അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമെല്ലാം. എപ്പോൾ തുടങ്ങിയതാണ് പിന്നെ? കുറച്ച് നേരമായി. എന്നാൽ ഒരു കൂടെ ആരുള്ളത്? ഹസ്ബൻഡ്. ഇതാ ഓളെ ഹസ്ബൻഡാണിത്, ഞാൻ ഉമ്മയാണ്. ഞങ്ങൾ നോക്കട്ടെ കേട്ടോ, ലേബർ റൂമിലേക്ക് ഒന്ന് കയറ്റി നോക്കാം, നമുക്ക് പെയിന് വരുന്നുണ്ട്, നോക്കട്ടെ. അങ്ങനെ അതാ അവളെ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നു. സത്താർ ലേബർ റൂമിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എല്ലാവരും പറഞ്ഞു, പാവല്ലേ, ആ ഭർത്താവിന് നല്ലോണം സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. എന്താണ് സ്നേഹം. അവളെ അകത്തേക്ക് പോയപ്പോൾ തുടങ്ങിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായി നടക്കൽ. നിങ്ങളാരാ? ഞാൻ അവളെ ഉമ്മയാണ്, ഇതിൻ്റെ മരുവനാണ്. സത്താറിനെ തൻ്റെ മരുമകനാക്കിയാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് അവർ. എന്നാൽ ഈ സമയം സത്താറിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് അതാ അവരുടെ അയൽവാസി പുറപ്പെടുന്നു. അത് പിന്നെ മറ്റേ ഇവളുണ്ടല്ലോ സൗദ, ഓൾക്ക് സുഖമില്ലായിട്ട് ആശുപത്രിയിൽ കൊണ്ടേക്കണേ. അതിപ്പോൾ എന്ത് നിങ്ങൾ എന്നോട് വന്ന് പറയണത്? എന്നോട് വന്ന് പറയാൻ പറ്റൂലല്ലോ. കൊണ്ടേത് എൻ്റെ പുതിയാപ്പിളനാണ്, വേറെ ആരുമല്ല. ശരിക്കും അവൻ്റെ സത്താറിൻ്റെ ഭാര്യ ഞെട്ടിപ്പോയി. എന്താ ഞാനീ കേൾക്കണത്? അതന്നെ, എൻ്റെ പുതിയാപ്പിള എപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടാണ്, എപ്പോഴും കയറിയിറങ്ങലും ഒക്കെ. എന്താടി, എനിക്കൊന്ന് നിലക്ക് നിർത്തിക്കൂടെ എൻ്റെ പുതിയാപ്പിളിനെ? ഇപ്പോൾ ഇതാ മറ്റുള്ള പ്രസവത്തിനൊപ്പം പോയിക്കണേ, വേറെ ആൾക്കാരില്ലാത്ത മാതിരി. തീരെ ഒരു നാണവും മാനും ഇല്ലാത്ത ആൾക്കാരായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്ന് നിലക്ക് നിർത്തിക്കൂടെ? ഒന്നുമില്ലെങ്കിൽ അവൾക്ക് പുതിയാപ്പിളുണ്ടല്ലോ. എന്നിട്ട് പോലും ശരിക്കും അതാ അവർ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അല്ലെങ്കിലും ഞാനെന്ത് പറഞ്ഞാലും ഓല് കേൾക്കൂലല്ലോ. ആയിക്കോട്ടെ, അങ്ങോട്ട് നടക്കട്ടെ. എനിക്കും എൻ്റെ കുട്ടികൾക്കുള്ള ചിലവിനുള്ളത് തന്നാൽ തന്നെ വലിയ ഭാഗ്യം. അതും പലപ്പോഴും ഉണ്ടാവില്ല. ഇപ്പം അവിടെ തന്നെയാണ് ഓലപ്പം. പുതിയ വീടൊക്കെ ഉണ്ടാക്കിയിരിക്കണേ, കുടിയിൽ നിൽക്കണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞേക്കുന്നുണ്ട്. എന്തൊക്കെയാവും, എവിടം വരെ എത്തുമാവും. അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമില്ല. പണ്ടേ അങ്ങനെ ഒന്നല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഞാനും എൻ്റെ കുട്ടികളും ഇവിടെ കണ്ണീർ കയത്തിലായാൽ പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കൊന്നുമില്ല. ഞങ്ങൾക്കെന്താ, ഇവിടെ സാധനം കൊടുന്നിട്ടരും അങ്ങോട്ട് പോകും. മൂപ്പർക്ക് ഓരോ സമയം ഓരോരുത്തരോടുള്ള ഇഷ്ടം. ഇപ്പോൾ സൗദൻ്റെ ഒപ്പമാണ്. ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. ഒരു ദിവസം ഞാൻ ഓളോട് കുറേ കരഞ്ഞു പറഞ്ഞാണ്, സൗദ, എൻ്റെ ഭർത്താവ് എടി എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങളോട് തീരെ ഇഷ്ടമില്ല എന്നോടൊന്നും. അതെ, വേറുള്ളവരൊക്കെയാണ് അതിനിഷ്ടം. ഞാനന്ന് ഒരുപാട് പറഞ്ഞപ്പോൾ സൗദ എന്നോട് പറഞ്ഞു, ഇത്തങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ അദ്ദേഹത്തെ അടുപ്പിക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാത്തിനും ഓളെ പ്രസവത്തിന് കൊണ്ടാൻ വരെ. എനിക്ക് സംശയമുണ്ട് അതിപ്പോൾ സൗദക്ക് ആര് കുട്ടിയാണ് വയറ്റിലുള്ളതെന്നുള്ളത്. അതൊന്നും പറയണ്ട, അതൊക്കെ പുത്തൻപാട് വീട് തറവാട്ടത്തിന് നവാസിൻ്റെ കുട്ടി തന്നെയാണ്. ഓള് ഗൾഫിലല്ലേനോ, ഗൾഫിൽ നിന്ന് വന്നതല്ലേനോ.
ഗൾഫിലൊക്കെ എന്തോ ഒരു നല്ല സുഖത്തിലായിരുന്നു, ഓളായിട്ടുള്ള ജീവിതം നഷ്ടപ്പെടുത്തിയില്ലേ. ഇനിയിപ്പോൾ കള്ളാടിൻ്റെ ഇപ്പോൾ ജീവിക്കാം. എൻ്റെ ഭർത്താവ് എന്നിട്ട് കാര്യമില്ല. എനിക്ക് തീരെ വിശ്വാസമില്ലാത്ത ലോകത്തിലുള്ള ഒരേ ഒരു മനുഷ്യന് സത്താറ് മാത്രമല്ല. ഈ സൗദ എന്ത് കരുതിയിട്ടാ അതിൻ്റെ ഒപ്പം കൂടിക്കണേ. ആയിക്കോട്ടെ, ഓൾക്കും കിട്ടും ഒരു ദിവസം. ഞാൻ അത്രക്കും അനുഭവിച്ചതാണ്. സത്താറിൻ്റെ ഭാര്യ വീട്ടിൽ കരയുകയായിരുന്നു. എന്നാൽ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയാത്ത അവൾ ഫോൺ വിളിച്ചു നോക്കി. സത്താറിൻ്റെ ഫോൺ വെല്ലടിക്കുന്നു. ഇവള് ഹലോ ഇക്ക, നിങ്ങൾ എവിടെയാണ്? ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസാണ്. എന്തിന്? ആര് ഹോസ്പിറ്റലിൽ? അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയത്. വായ എടുത്താൽ വായ തുറന്നാൽ കളവ പറയുന്നത്. എൻ്റെ എന്താ പറ്റിയത്? ഒന്നുമില്ല. ആക്സിഡൻ്റ് ആയത് പ്രസവത്തിലാണോ? ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. എടി, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണ്ട, മനസ്സിലായല്ലോ? നീ നിൻ്റെ കാര്യം നോക്കി അവിടെ ഇരുന്നോ. ബാക്കിയുള്ള കാര്യം എനിക്ക് നോക്കാൻ നന്നായിട്ടറിയാം. നിങ്ങളെ പെണ്ണുങ്ങളേറ്റല്ലേ പ്രസവിക്കാൻ പോയിക്കണേ. നിങ്ങളെ വിചാരം ഞാനൊന്നും അറിയില്ല എന്നാലേ. അതേ, ആരെന്തെങ്കിലും പല കളവും പറഞ്ഞു തരാണ്ടാവും, അതൊന്നും നീ വിശ്വസിക്കണ്ട. ഇല്ല, ഞാൻ 1-2 ദിവസമല്ലല്ലോ, നിങ്ങളിപ്പോൾ വർഷങ്ങളായുള്ള താമസമാണല്ലോ. ഒന്നല്ലെങ്കിൽ ഒന്ന് അതൊക്കെ എപ്പോഴും ഉണ്ടാകുമല്ലോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ സങ്കടത്തോടെ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ആ നിമിഷം സത്താറിൻ്റെ ആരാടാ വിളിച്ചത്? അത് എൻ്റെ വൈഫാണ്. എന്താ ഓൾക്ക് ഇത്? എപ്പോഴെപ്പോഴും ഇങ്ങനെ പുട്ടിന് തേങ്ങട്ടമാരി വിളിക്കണോ? അവളോട് പോണേക്ക് പോകാൻ പറയും. ആ ഉമ്മയുടെ വാക്ക് കേട്ട് സത്താറിനൊരു നിമിഷം ഉറപ്പായി, അതെ, സൗദ എനിക്കുള്ളത് തന്നെ. ഓളെ പ്രസവം കാര്യമൊക്കെ കഴിയുമ്പോൾ അവൾ ഒന്നുകൂടി തടിച്ച് സുന്ദരിയാകും. എന്നിട്ട് ഞാൻ അവളെ അങ്ങ് കെട്ടും. എന്നിട്ടുണ്ടൊരു സുഖകരമായൊരു ജീവിതം നയിക്കാൻ. കുട്ടിയെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. കുട്ടിയെ ആർക്ക് വേണം? കുട്ടിയെ വേണമെങ്കിൽ പുത്തൻ വീട് തറവാട്ടുകാർക്കോ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. എനിക്ക് കുട്ടീനല്ല വേണ്ടത്, എനിക്ക് ഓളാണ് വേണ്ടത്. ശരിക്കും സൗദിയെക്കുറിച്ച് പല സങ്കല്പങ്ങളാണ് സത്താറിനുള്ളത്. ഇപ്പോഴാണെങ്കിൽ ഉമ്മ കൂട്ടിനുണ്ടായത് കൊണ്ട് തന്നെ ഉമ്മാക്കും തന്നെ വല്ലാത്തൊരു സന്തോഷം. സത്താറെ, മോനെ. ഉമ്മ. എന്ത് കാര്യത്തിനും മോനെ സത്താറെ എന്ന് വിളിച്ചാൽ വിളി ഇങ്ങോട്ട് മുഴുവക്കൂല. അത്രക്കും സ്നേഹത്തോടെയാണ് സത്താറിനെ വിളിക്കുന്നത്. പുതിയ വീട് കുടിയിരുന്നപ്പോൾ തന്നെ അവർക്കുള്ള സത്താറിനുള്ള റൂം വരെ ഉമ്മ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സത്താറിനുള്ളതാണ് എന്നുള്ളത്. എന്നാൽ ബാക്കി അനിയത്തികൾ ഉണ്ട് എന്നുള്ള ചിന്തയൊന്നും ഉമ്മാക്കില്ല. എന്നാൽ പലപ്പോഴും സൗദ വിചാരിച്ചിട്ടുണ്ട്, ഉമ്മാക്ക് ഇത് എന്തിൻ്റെ കേടാ? ഇവിടെ പെൺകുട്ടികളാണ്, സത്താറിനെ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്താൻ പറ്റുമോ? ഇപ്പോൾ ഓനക്ക് റൂം വരെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഉമ്മ. മേലത്തെ അവർ റൂം സത്താറിനുള്ളതാണ്, അതാണ് പറയുന്നത്. എന്നാൽ ഈ സമയം ലാബ് റൂമിൽ നിന്ന് സൗദിയുടെ കൂടെ പെട്ടെന്ന് സത്താർ ഓടിച്ചെന്നു. സിസ്റ്റർ, എന്താ? സൗദയ്ക്ക് പെയിൻ വരുന്നുണ്ട്, പക്ഷേ വികസനമൊന്നുമില്ല കേട്ടോ. പിന്നെ നോക്കാം നമുക്ക് കുറച്ചുകൂടെ. എന്തായി മോനെ? അത് പെയിന് വരുന്നുണ്ട്, വികസനമൊന്നും ആയിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓപ്പറേഷൻ ആയാലും മണ്ടിയില്ല, വേഗം അങ്ങോട്ട് പെറ്റ് കിട്ടിയാൽ മതിയേനു. എന്നാൽ അപ്പോൾ ശരിക്കും ആ ഉമ്മയുടെ മനസ്സ് കണ്ട് സത്താർ വരെ ഒന്ന് ഞെട്ടി. എന്താ ഇത്? ആരെങ്കിലും മക്കൾക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറയുമോ? അതെ സിസ്റ്ററെ, ഓൾക്ക് കുറേ വേദന സഹിപ്പിച്ചോളം നിർത്തുമൊന്നും വേണ്ട. പറ്റുന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കുട്ടീനെ എടുക്കുക, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ വല്ലാതെ വൈകിപ്പിക്കണ്ട. എന്നാൽ ഡോക്ടറോട് ആ ഒരു നിർദ്ദേശം അവരുടെ ഉമ്മ പങ്കുവെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, നോക്കാം, നമുക്കെന്താ നോക്കുന്നതിന്? സുഖപ്രസവമാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെ അനസ്തേഷ്യ കൊടുക്കലും പിന്നീട് അത് ബോധം മറിഞ്ഞ് എത്ര ലെയറുകളായി കട്ട് ചെയ്തിട്ട് വേണം. നേരായ വഴി ഉണ്ടാകുമ്പോൾ ഒരു ഓപ്പറേഷത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ പെയിൻ വരുന്നതിനനുസരിച്ച് വികസിച്ച് വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ചെറു വിരൽ കടക്കാൻ മാത്രമേ വികസനമായിട്ടുള്ളൂ. ഇനി ബാക്കി ഒരു കുഞ്ഞിനെ കടക്കുവാനുള്ള അത്രയും വികസനം വരാതിരിക്കൂല. കുറച്ച് വെയിറ്റ് ചെയ്യണതേ ഉള്ളൂ. അതെ, വെയിറ്റ് ചെയ്യാനൊന്നും നേരമില്ല എൻ്റെ പൊന്നാര ഡോക്ടറെ. അതൊന്നും നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്താളേ. അല്ലമ്മ, എന്താ നിങ്ങളെല്ലാവരും ഓപ്പറേഷൻ ചെയ്യരുത്, സുഖപ്രസവം ആവണമെന്ന് പറയുന്ന ആളുകളാണല്ലോ, എന്താ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പറയണത്? ഓപ്പറേഷൻ ചെയ്താൽ വേയാണ് കഴിച്ചിലാവാലോ, അതിന് മടിയിട്ട് തന്നെ. എന്നാൽ ഈ സമയം അതാ നിങ്ങൾക്ക് മോളൊന്ന് കാണണ്ടേനോ. വന്നോളൂ മോളെ. സൗദ. അമ്മ. എടങ്ങാറാകണ്ട, വെറുതെ വേദന സഹിക്കാൻ നിൽക്കണ്ട. ചിലപ്പം കുറേ വേദന സഹിച്ചു കണ്ട് അവസാനം പിടിച്ചവർക്കൊരു ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതിന് നിൽക്കണോ അതോ ആദ്യം തന്നെ ഓപ്പറേഷൻ വേണോ? ഉമ്മയുടെ ചോദ്യം കേട്ട് സൗദ ഞെട്ടി. അത് പ്രസവിക്കാൻ ആഗ്രഹമാണ്, മനസ്സിൽ ഒരുപാട് ഇഷ്ടമാണ് പ്രസവിക്കുക എന്നുള്ളത്. അത് തടസ്സപ്പെടുത്തണം. ഉമ്മ, ഞാൻ വേദന സഹിച്ചോളാം,
ഇജ്ജ് വേദന സഹിക്കാണ്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെ ആശുപത്രിയിൽ ചുറ്റിപ്പറ്റി നിൽക്കാൻ കഴിയൂല. ആ നല്ലൊരു പേരെ കിട്ടുന്നു പോന്നക്കാണ്. ആ കുട്ടികളും അവിടെ ഒറ്റക്കാണ്. അതുകൊണ്ട് കുറേ നേരം ഇവിടെ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് വേണ്ട കഴിച്ചാ. എന്തിയേ? ഉമ്മ എനിക്ക് പ്രസവിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ശരി തന്നെ ഇക്കാരം. ഇബലെ അവസാനം പിടിച്ച് ഓപ്പറേഷൻ പറയും. അതിന് മാണോ ഈ കണ്ട വേദനയൊക്കെ എനിക്ക് സഹിക്കണം. എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഉമ്മ എനിക്ക് ഞാൻ പ്രസവിച്ചോളാം അമ്മ. ആ പ്രസവിക്കണേ കുഴപ്പമില്ല. പിന്നെ കുറേ നേരം ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാമെന്ന് എനിക്ക് ആവൂല. എനിക്ക് പോകണം. പിന്നെ ഇവിടെ സത്താറിന് നിർത്തി പോകണം. അങ്ങനെ വേണം എനിക്ക്. സത്താർ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. പിന്നെ എൻ്റെ തറവാട്ടുകാരെ പുത്തൻവീട് തറവാട്ടുകാരെ ഓലൊന്നും എത്തിയും പള്ളിയും നോക്കൊന്നുമില്ല. വിളിച്ചിട്ട് കാര്യമില്ല. മോലൊന്ന് അറിയിച്ചോളി. എന്തിനെ? എനിക്കൊരു കാര്യമില്ല അറിയിക്കണ്ടേ. ആ എന്താന്നില്ലേ. ശരിക്കും സത്താർ വരെ ഞെട്ടിപ്പോവുകയാണ് ആ ഉമ്മയുടെ വാക്കുകളിൽ. ഞാനൊന്ന് ആ മോൻ ചെല്ലേ. എന്നാൽ അതാ ആ ലേബർ റൂമിലേക്ക് സത്താർ കടന്നു വരുന്ന ആ ഒരു കാഴ്ച, അതെ ഭർത്താവിന് കാണാൻ അവിടെ അനുമതിയുണ്ട് എന്നതുകൊണ്ട് തന്നെ ശരിക്കും സൗദ ഞെട്ടിപ്പോയി. റബ്ബേ, താനാണെങ്കിൽ ആ ഒരു കോട്ട് മാത്രം ഇട്ട് കിടക്കുകയാണ്. അത് ശരിക്കൊരു മറക്കുവാൻ പോലുള്ള ഒരു ബെഡ്ഷീറ്റ് പോലും അവിടെ ഇല്ല. സത്താർ വരുന്നത് കണ്ട് ഒരു നിമിഷം അവൾ ഉള്ള ഡ്രസ്സെല്ലാം എടുത്ത് ആകപ്പാടെ മൂടി കിടന്നിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എൻ്റെ പെണ്ണിനെ കാണാനേ. എൻ്റെ പെണ്ണിനെ കാണാനും എൻ്റെ പെണ്ണിൻ്റെ പ്രസവവും കാര്യങ്ങളും കാണാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടല്ലോ. പിന്നെന്താ? ദയവായി നിങ്ങളൊന്ന് പുറത്ത് പോയി, ദയവായി നിങ്ങളൊന്ന് പുറത്ത് പോയി സൗദ കരഞ്ഞു പറഞ്ഞു. എന്താ മോളെ, നിൻ്റെ എല്ലാം കാണാനുള്ളത് ഞാൻ തന്നെയല്ലേ. ഇനിയിപ്പോൾ എന്താ? ഈ പ്രസവം കണ്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ നിക്കാഹ് കഴിക്കും. പിന്നെ ഇപ്പം എന്താ നിനക്ക് ഇത്ര നാണും മാനും എൻ്റെ മുമ്പിൽ? ദയവായി നിങ്ങൾ അവരങ്ങോട്ട് കേട്ടിട്ടത്. ഉമ്മ പറഞ്ഞാണ് പോയി കണ്ടോ എന്നുള്ളത്. ശരിക്കും തൻ്റെ ഉമ്മയുടെ നീചമായ പ്രവൃത്തിയിൽ സൗദ ശരിക്കും ഞെട്ടിപ്പോയി. അയ്യേ, എന്തൊരു എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം എന്താ റബ്ബേ ഇങ്ങനെ? വല്ലാത്തൊരു മോശമായിപ്പോയി. ശരിക്കും അവൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളും വന്നു. അത് ഉമ്മയും സത്താറും ഭയങ്കര കമ്പനിയാണ്. ഒരു ചിരിയും കളിയും വർത്താനവും. പഠിച്ചോനെ, എന്താ റബ്ബേ ഇത് കഥ? വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലോ. സത്താർ പോയിക്കോ, ഇങ്ങോട്ട് വരണ്ട. അവൾ കരഞ്ഞപേക്ഷിച്ചു. ഞാൻ പോയിക്കോളാം, പക്ഷേ നിൻ്റെ വേദനയൊക്കെ ഒന്ന് കാണുമ്പോൾ നിന്നൊന്ന് തലോടി തരാമെന്ന് വിചാരിച്ചാൽ വന്നാണ്. വേണ്ട, പോയിക്കോളി. അങ്ങനെയതാ സത്താർ പുറത്തേക്ക് തന്നെ പോയി. ശരിക്കും സൗദക്ക് ഉമ്മയോട് വെറുപ്പും ദേഷ്യവും വന്നു. അതെ, പെറ്റുമ്മ. എല്ലാവരും ഉമ്മമാരെന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് മക്കളെ നോക്കുക. പക്ഷേ എൻ്റെ ഉമ്മ എന്തെങ്ങനെയായി പോയത് റബ്ബേ? ആ അന്യപുരുഷനോട് കയറ്റി വിട്ടിക്കാണല്ലോ ഇവിടേക്ക്. അത് ഭർത്താവ് എന്നുള്ള പേരിൽ വിളിച്ച് പറയണമെന്ന് തോന്നി അവൾക്ക്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് അവൾക്ക് പെയിൻ വരുന്നുണ്ട്. പക്ഷേ ഒന്നും ആയിട്ടൊന്നുമില്ല. ഡോക്ടറെ കുഞ്ഞിക്കതിയാത്ത വിളിച്ചു. ആ പിന്നെ ഒരു കാര്യം പറയാം, ഓൾ ഇടങ്ങറാക്കണ്ട, നിങ്ങളാണ്ട് ഓപ്പറേഷൻ ചെയ്താളേ. എന്നാൽ ഡോക്ടറും പറഞ്ഞു, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞല്ലോ നോക്കാം, പക്ഷെ നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ആദ്യത്തെ പ്രസവമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പിന്നെ പലർക്കും പല മട്ടല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹൃദയമിടിപ്പ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. അതിങ്ങനെ സാവകാശം. അതിനൊന്നും നേരില്ലാന്നേ. നിങ്ങൾ വേഗം പെട്ടെന്ന് കാര്യം കഴിച്ചു. നിങ്ങൾ ഉപ്പിടാനുള്ള കള്ളാസുകൊണ്ട് എടുത്താണ് നിങ്ങൾ. എന്നാൽ അതിനിടയ്ക്ക് അതാ സിസ്റ്റർമാർ അവളുടെ അടുത്തേക്ക് വന്നു. പിന്നെ സൗദ, ഉമ്മക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അത് അങ്ങനെ ചെയ്യാൻ പോവാണ്. അത് വേണ്ട, ഞാൻ പ്രസവിച്ചോളാം. അല്ലല്ല, അതവരവിടെ സൈൻ ചെയ്യണൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എന്താണെന്നോ, യാതൊരു കോംപ്ലിക്കേറ്റഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടിയെ നല്ല രീതിയിൽ രക്ഷപ്പെടുത്തിയിട്ട് എടുക്കുക, വേദനയും സഹിക്കണ്ട. ഒരുവിധ ആളുകൾക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ് അതുതന്നെയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഡോക്ടർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ അവർ വീട്ടുകാർ നിർബന്ധിച്ചു. അല്ല, നിങ്ങൾ ശരിക്കും മനസ്സറിഞ്ഞത് തന്നെയാണല്ലോ. അത് അവൾക്ക് പെയിന് കൂടിക്കഴിഞ്ഞാൽ കുട്ടി താഴോട്ട് വരും. അത് പ്രശ്നമല്ല, നമുക്ക് എടുക്കാൻ കഴിയും. അല്ല ഡോക്ടറെ, നിങ്ങളതത് ചെയ്താളി. പിന്നെ ഈ പ്രസവത്തിലെങ്ങാനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഞാൻ എല്ലാവരോടും അത് പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വഷളാവും ചെയ്യും. ഞാൻ പറയും, ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ അധികൃതർ അതിന് മുന്നോട്ട് വന്നില്ല. ഓല് പ്രസവിക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തുനിന്ന് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി.
അതെ, ആ ഒരു വാക്ക് അത് നിങ്ങൾ വെറുതെ അതിന് നിൽക്കണ്ട. പിന്നെ എന്തേ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ഈ ആശുപത്രിൻ്റെ മുമ്പിൽ നിന്ന് സമരം ചെയ്യൂട്ടോ. ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ വേഗമാണ് ചെയ്തുകൂടി. എന്നാൽ ഡോക്ടറുടെ മനസ്സും വല്ലാതെ വേദനിച്ചു. റബ്ബേ, ഒരു കുഴപ്പമില്ലാത്ത കുട്ടി. സൗദിയെ പോയി പരിശോധിച്ചപ്പോൾ കുട്ടിയൊക്കെ തലതിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതെ, വികസനവും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, പിന്നെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക്. ഡോക്ടറെ, ഞങ്ങളാണ് നിങ്ങളെ രോഗികൾ. അപ്പം പിന്നെ എന്തുവാണ്, ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ കുറച്ച് കേൾക്കണം. ഡോക്ടറുടെ മുമ്പിലേക്ക് അതാ കുറച്ച് ക്യാഷ് വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളൊന്നും കരുതണ്ട, നിങ്ങൾ അങ്ങോട്ട് ചെയ്തുകൂടി. എന്നാൽ ഈ സമയം അതാ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഡോക്ടർ. മോളെ, നമുക്ക് അനസ്തേഷ്യ ചെയ്യാട്ടോ, പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് നിങ്ങളുടെ ഉമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നെ ഡേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ, ഡേറ്റ് 5-ാം തീയതി വരെ ടൈമുണ്ട്. എന്താ ഇപ്പോൾ ഡേറ്റ് ആയിട്ടൊന്നുമില്ല, അതിന് മുമ്പ് അത്ര ധൃതിപ്പെട്ടിരിക്കണമെന്നൊന്നുമില്ല, കുട്ടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ഡോക്ടറെ, എനിക്ക് മോളെ, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. നിൻ്റെ ഭർത്താവും അതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഉമ്മയും. പിന്നെ എന്താണെന്നോ നിങ്ങളുടെ ഉമ്മ പറഞ്ഞത്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വെള്ളവസ്ത്രം ഇട്ട് കിടക്കുന്ന രംഗങ്ങാരൻ്റെ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലേ പിന്നെ ബാക്കി അപ്പം കാണാമെന്ന്. പിന്നെ മോളെ, ഞങ്ങൾക്കും പേടിയാവും, ഞങ്ങളെ ജോലി വരെ തെറിക്കണ കേസല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ദയയില്ലാത്ത ഉമ്മമാരുണ്ടായാലും ഇത് തന്നെയൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ പറഞ്ഞു, ഡോക്ടറെ, എന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടറെ, ഞാൻ പ്രസവിച്ചോളാം ഡോക്ടറെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എല്ലാവരും സൈൻ ചെയ്ത് തന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാക്കി നിന്നിട്ട് എന്ത് കാര്യമാണ് മോളെ. എന്നാലേ അനസ്തേഷ്യക്കുള്ള ഇഞ്ചക്ഷൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ അവളോട് വളഞ്ഞിരിക്കുവാൻ ആവശ്യപ്പെടുന്നു. 2 നഴ്സുമാർ ചേർന്ന് അവളെ അങ്ങ് വളച്ച് പിടിച്ചു. നേരെ നട്ടെല്ലിന് അതാ ശക്തമായ വലിയൊരു ഇഞ്ചക്ഷൻ കൊണ്ട് മരുന്ന് കുത്തിക്കയറ്റുന്നു. വേദന കൊണ്ട് അവൾ പുളഞ്ഞു പോയി. അല്ലാ. എന്നാൽ അതിനിടയിലും അവൾക്ക് വലിയ പ്രസവവേദന വന്നു. അങ്ങനെയതാ അപ്പോൾ ഒരു സിസ്റ്റർ അവൻ അവളെ അങ്ങ് പിടിച്ചു. സാരമില്ല, സാരമില്ല, ഒക്കെ റെഡിയാവും. അപ്പോഴേക്കും അവൾ അതാ ആ ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അതെ, അനസ്തേഷ്യ അവൾക്ക് ഫലിച്ചു എന്നർത്ഥം. അവൾ ഒന്നും അറിയാത്ത ലോകത്തേക്ക് അതാ അവൾ മറയുകയാണ്. ശരിക്കും ഡോക്ടർ മുഖത്ത് നോക്കി പറഞ്ഞു, പാവം, ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു, കുഴപ്പമില്ലാത്ത. ഈ ഒരു പ്രസവിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അവർ കീറി എടുക്കാനൊക്കെ പറയുമ്പോഴേ എന്തായാലും അവരുടെ ഒരു അഹംഭാവം. അത് പിന്നെ പൈസ ഉള്ളവർ അങ്ങനെയൊക്കെയാണ്, അവർക്ക് വേദന സഹിക്കാൻ പറ്റൂല, അവർക്ക് റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ കിട്ടണം എന്നുള്ളത് മാത്രമാണ് അവരുടെ പരിപാടി. ഡോക്ടർ പറയുന്നു, ഇനിയുണ്ട് 4-5 ദിവസത്തോളം, 5-6 ദിവസത്തെ ഇത് കുറവ് ഇനിയുണ്ട്. ശരിക്കും വേണമെങ്കിൽ അത്ര വരെ ഡേറ്റ് വരെ പോകാം. പക്ഷേ ഇവരൊരു പെയിന് തുടങ്ങിയെന്ന് വിചാരിച്ചു കണ്ട് പെട്ടെന്ന് വന്നിട്ട് ഇത് പിന്നെ ഇപ്പം എന്താ ചെയ്യുക, ഓരോരുത്തരുടെ കസ്റ്റമറുടെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അവൾ മയക്കത്തിലാണ്, അവൾക്ക് ബോധമില്ല, അവളൊന്നും അറിയുന്നില്ല, എവിടെ എന്തൊക്കെ നടക്കുന്നത് എന്നൊന്നും അവൾ അറിയുന്നില്ല. കരഞ്ഞുമ്മയോട് പറഞ്ഞ് കരഞ്ഞിട്ടും ഉമ്മ അത് മൈൻഡ് ചെയ്തില്ല. ഉമ്മാക്കെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് എന്തിനാണാവോ. എന്നാൽ അവൾ അബോധാവസ്ഥയിൽ തന്നെയാണ്. അവൾ ആ ഒരു മയക്കത്തിൽ അവൾക്കൊന്നും തന്നെ ഓർമ്മയില്ല. താൻ ദുനിയാവിലാണെന്നോ ആഖിറത്തിലാണെന്നോ ഒന്നും അറിയുന്നില്ല. വല്ലാത്തൊരു മയക്കം, അറിയാത്ത അവസ്ഥ. അങ്ങനെയതാ അവളെ ഓപ്പറേഷൻ ചെയ്യുവാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് ഒരു പേപ്പറിൽ കൂടി സൈൻ ചെയ്യാൻ ഭർത്താവിനോടും ആവശ്യപ്പെടുന്നു. അതെ, അതിൽ സത്താറാണ് സൈൻ ചെയ്തത്. അങ്ങനെയതാ ഡോക്ടേഴ്സൊക്കെ അവിടേക്ക് പ്രവേശിച്ചു. അവർ ഓപ്പറേഷൻ ചെയ്യുന്ന തിരക്കിൽ ഒരു നിമിഷം ആ ഡോക്ടറുടെ കണ്ണുകൾ വരെ നിറഞ്ഞു. ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടി, എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഒരു കുട്ടിയെ പുറത്തെടുക്കുന്നത് എനിക്കറിയില്ല. പിന്നെ അവർ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ എന്താ പറഞ്ഞു തന്നത്, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെതിരെ കേസെടുക്കും, ഡോക്ടർക്കെതിരെ എടുക്കും. വെറുതെ എന്തിനാ ഇങ്ങനത്തെ ഓരോ വണ്ടിയും വലയും വെച്ച് തലയിലാക്കുന്നു, എന്താവോ. എന്നാൽ ഇങ്ങനത്തെ ഒരു ഭർത്താവ് ഉമ്മയൊക്കെ ഉണ്ടാവും, അതിനു വേണ്ടി നിർബന്ധിക്കുക. ഒരു കഥ തന്നെ. അവൾ ഒന്നും അറിയാതെ കിടക്കുകയാണ്, അവൾക്കൊന്നും അറിയുന്നില്ല. അങ്ങനെ അതാ അവളുടെ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് കീറി തുടങ്ങുകയാണ്. കുഞ്ഞിനെ പുറത്തെടുക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ലെയറുകൾ കീറി തുടങ്ങുമ്പോഴും രക്തം ചീറ്റുന്നു. ഏതൊരു ഡോക്ടറായാലും ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു സംഭവം ഒന്നും ആവില്ല. കാരണം ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഇടയിലായിരിക്കും അത്. എന്തെങ്കിലുമൊക്കെ അനസ്തേഷ്യക്കിടയിൽ സംഭവിച്ചു പോയാൽ തന്നെ ഒരിക്കൽ പോലും പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ കാലാകാലം ഉറക്കത്തിലായി പോവും, അതല്ലെങ്കിൽ ഒരിക്കലും കണ്ണു തുറക്കില്ല, ഒരു കോമാ സ്റ്റേജിൽ ആയിപ്പോകുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെയൊക്കെ പലരും കേൾക്കുന്നുണ്ട്.
എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സൗദ സൗദയുടെ പ്രസവം അത് ഓപ്പറേഷനാക്കി മാറ്റി, ചുരുക്കി പറഞ്ഞാൽ ഉമ്മ. അങ്ങനെ അത് ഓരോ ലെയറുകളും കട്ട് ചെയ്ത് എടുത്തു. അവസാനമായി കുഞ്ഞു കിടക്കുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം ആ ഡോക്ടർ തന്നെ അവിടെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. മറ്റു ഡോക്ടർമാർ പറഞ്ഞു, എന്ത് പറ്റി? ഒന്നുമില്ലാത്തൊരു കുട്ടിയെ അതൊന്നും സാരമില്ല. അതിപ്പോൾ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പല ഹോസ്പിറ്റലിലും ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. അത് പലർക്കും ഓപ്പറേഷൻ ചെയ്താണല്ലോ കൂടുതൽ ക്യാഷ് കിട്ടുക. അല്ലാതെ സുഖപ്രസവത്തിന് വളരെ കുറഞ്ഞ പൈസയല്ലേ ഉള്ളൂ. ഓപ്പറേഷന് എത്ര സംഖ്യ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് എടുത്താലും ക്യാഷ് കിട്ടുമല്ലോ. അങ്ങനെ പല ഹോസ്പിറ്റൽ അധികൃതരും ചെയ്യാറുണ്ട്. അതെ, അവർക്ക് പണത്തിന് വേണ്ടി പല രീതിയിലുള്ള സ്കാനിങ് കാര്യങ്ങൾ അതെല്ലാം പെട്ടെന്ന് തന്നെ എടുപ്പിക്കും. എന്നാൽ പിന്നെ അതിനെ പറ്റി നോട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അതിനു മുമ്പായിട്ട് ഒരുപാട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നിശബ്ദമായ ആ ലോകത്ത് അതാ സൗദ നവാസിൻ്റെ കുഞ്ഞിനെ അവർ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുകയാണ്. ഒരിക്കൽ പോലും അവൾ ഒന്നും അറിയുന്നില്ല പുറത്ത്. എന്നാൽ അതാ ഉമ്മയും സത്താറും നല്ല ചിരിയും കളിയുമാണ്. എന്നാൽ ചിലരൊക്കെ പറയുന്നു, എന്നാലിപ്പോൾ ഇവർ എന്താല്ലേ പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനൊക്കെ തന്നെ, ഇപ്പം നല്ല സന്തോഷത്തിന് എന്ത് ഓപ്പറേഷനാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ റബ്ബേ, അവർ ലാബ് റൂമിൽ നിന്നായാലും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടുവോളം മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് സത്താർ പറയുന്നു, ഉമ്മക്കത് ജ്യൂസ് എന്തെങ്കിലും വേണോ? അത് എനിക്കിഞ്ഞിപ്പോൾ എന്നാൽ കൊടുന്നാളാ. അവൻ വേഗം പോയിട്ട് ഉമ്മാക്ക് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നു. മോനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും എല്ലാവരും അത്ഭുതപ്പെട്ടു. അതെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ മകൾ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഓപ്പറേഷൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഡോക്ടേഴ്സ്. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞ് ആൺകുട്ടിയാണ്. എന്നാൽ പുറത്തെടുത്ത പാടെ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേൾക്കാറുള്ളത്. എന്നാൽ ആ കുഞ്ഞ് അവിടെ കരഞ്ഞില്ല. കുഞ്ഞിനെ അവർ ശക്തമായി ഡോക്ടറും നഴ്സും വന്നിട്ട് ആകെ നെഞ്ചത്തടിക്കുന്നു. പല രീതിയിൽ അതിൻ്റെ കൈകാലുകൾ പിടിച്ച് കുടയുന്നു. കാലുകൾ താഴോട്ടാക്കി, കാലുകൾ മേലോട്ടാക്കി, അങ്ങനെ പല രീതിയിലും കൈകൾ പിടിച്ച് കുടഞ്ഞുകൊണ്ടും ഹൃദയത്തിന് ശക്തമായി അടിച്ചുകൊണ്ടും ആ പിഞ്ചു പൈതലിനെ തലയിൽ ശക്തമായി ഇടിച്ചുകൊണ്ടും അങ്ങനെ പല രീതിയിലും ആ കുട്ടിയെ ശ്വാസം എടുപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ അതാ നവാസിൻ്റെ കുഞ്ഞ് അനങ്ങുന്നില്ല. കഴിയുന്ന രീതിയിലും അവർ പരിശ്രമിച്ച് നോക്കി. എന്നാൽ പുറത്തിരിക്കുന്നവരൊക്കെ പറഞ്ഞു, എന്താ നിങ്ങളുടെ കുട്ടിയുടെ ഓപ്പറേഷൻ ഇപ്പോഴും കഴിഞ്ഞില്ല? ഇല്ലേ, കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 1-2 ഇതല്ലല്ലോ, ഒരുപാട് ലെയറും കാര്യങ്ങളൊക്കെ തുന്നി ചേർക്കാനൊക്കെ ഉണ്ടാവൂലേ, ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ? അല്ല, ഓല് പറയട്ടെ, നമ്മളിപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഓപ്പറേഷൻ പറഞ്ഞു പോയിക്കണ്, പിന്നെ ഇപ്പോൾ നമ്മളല്ലല്ലോ അതിൻ്റെ ഉത്തരവാദികൾ. ഓല് വരുമ്പോൾ വരട്ടെ. എന്നാൽ ഒരു കൂസലുമില്ലാതെയായിരുന്നു ആ ഉമ്മയുടെയും സംസാരം. ശരിക്കും എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. നവാസിൻ്റെ കുഞ്ഞിന് ശ്വാസമില്ല. അതെ, അതൊരിക്കൽ പോലും പുത്തൻ വീട് തറവാട്ടുകാർ അറിഞ്ഞിട്ടില്ല, നവാസ് അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഐഷുമ്മ എങ്ങാനും അതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഐഷുമ്മയുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? എന്നാൽ അറിഞ്ഞില്ല. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് കണ്ട അവരുടെ അയൽവാസി താത്ത നേരെ റജിനത്തയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. റജിനേ, താത്തേ, ഇങ്ങോട്ട് കയറിക്കോളി. എന്ത് താത്ത, ഇപ്പോൾ വഴിക്ക് കാണില്ലല്ലോ? പൊന്നാന റജിന, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വരുള്ളൂ. എന്തിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച്? അല്ലേ, അതാ വല്ല ഉണ്ടല്ലോ, സൗദന ആശുപത്രിയിൽ കൊണ്ടേക്കണേ. ഓളെ സത്താറ കൊണ്ടേക്കണത്. സത്താറും ഓളെ അമ്മയും മുന്നിലൊക്കെ ഇരുന്ന് അങ്ങനെ ഫോണ് കണ്ടു. ഞാൻ അങ്ങനെ നോക്കുകയും ചെയ്തു. റബ്ബേ, ഈ ഒരു പ്രസവത്തിന് നേരത്തേക്ക് നല്ല മട്ടത്തിന് നല്ല ഹലാലായവൻ്റെ ഒപ്പം പോയിക്കൂടി, എന്തിനാണ് ഈ ഹറാമായൻ്റെ ഒപ്പം പോണ് എന്ന് ഞാൻ വിചാരിച്ചു. എന്തൊക്കെ തന്നെയായാലും വല്ലാത്തൊരു പുതുമ തന്നെ ഇപ്പം അത്. ശരിക്കും റജിനത്ത, സത്യമാണ് നിങ്ങൾ പറയുന്നത്? ആടി, കുറച്ച് നേരേക്കണല്ലോ പോയിട്ട്. ഞാൻ ഏതായാലും സത്താറിൻ്റെ പെരേക്കാണ് പോയിക്കാണ്ട് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കണ്. ആ പമ്പറത്തോളം എന്തൊക്കെ വിളിച്ച് ചൂടായൊക്കെ ചെയ്തീന്. ഇനിയിപ്പോൾ ഒരാളില്ല, ഞാൻ പറ്റൂല്ലല്ലോ. എന്തൊക്കെ തന്നെയായാലും റബ്ബേ, എല്ലാവരും വല്ലാത്തൊരു പുതുമന്നെ. അല്ല, അസുഖം തുടങ്ങിയിട്ട് അസുഖം ഉണ്ടോ ഇല്ലേ, എന്താ വേദന പരിശോധിക്കുക, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും വന്നിട്ടില്ല. ഞാൻ ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. വരുന്നുണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാം, ഒന്ന് ചോദിച്ചു വെക്കാനേ. വിളിച്ചാൽ ഇപ്പോൾ ഫോൺ എടുക്കൂല, അവൾക്ക് എന്നെ കണ്ടുകൂടല്ലോ.
എന്നോട് ദിവസം പറഞ്ഞാൽ ഇവിടെ എന്ത് നടക്കണമൊക്കെ നിങ്ങൾ നാട്ടുകാരോട് ഇതിനെ പറഞ്ഞെടുക്കണേ, ഇവിടെ അങ്ങനെ പലതും നടക്കും, അത് എൻ്റെ മക്കളാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം വല്ലാതെ ഞാൻ അയിമക്കാണ്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എന്നാലും ഇപ്പോൾ ഒരു പൊറുതിയേട് പ്രസവത്തിന് കൊണ്ടുപോയതാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടായി പോയതാണോ എന്തോ അറിയില്ല. റെജിനത്താക്ക് അത് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായി. റബ്ബെ, എൻ്റെ താത്ത പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാത്ത രീതിയിൽ ആയുഷുമ്മാക്ക് വിളിക്കുന്നു. ഹലോ താത്ത, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ റജിയേ, എന്തൊക്കെ സുഖല്ലേ? ആ താത്ത റാഹത്ത് തന്നെയാണ്. എന്നേനും സൗദിന് ഡേറ്റ് ഇപ്പോൾ അടുത്ത മാസം 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആണല്ലോ. ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമൊക്കെ തന്നെ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാനും ചാൻസ് എന്നൊക്കെ പറഞ്ഞതല്ലേ. അതിപ്പോൾ ആലോചിച്ചുമ്പോൾ മനസ്സൊക്കെ ഒരു സമാധാനമില്ലാത്തത്. എന്തൊക്കെ തന്നെയാലും പ്രസവം കൊണ്ട് കഴിഞ്ഞ് കിട്ടണം, എന്നാൽ പിന്നെ റാഹത്തായി. ഇനിയിപ്പോൾ അതിൻ്റെ മുമ്പ് ഉണ്ടാകണമെങ്കിലൊക്കെ വേണ്ട കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഞാൻ പുസ്തക നമ്പറൊക്കെ എടുത്ത് വെച്ചേക്കണം. ഇനിയിപ്പോൾ ഓലൊക്കെ എന്തെങ്കിലും പറഞ്ഞൊരു തുള്ളി വെള്ളമൊക്കെ എന്തെങ്കിലും ഊതി കൊടുത്താലും സുഖപ്രസവമൊക്കെ ആകുമല്ലോ, അതൊന്നും പ്രശ്നമില്ലല്ലോ. നമുക്ക് അനുഭവമാണല്ലോ, അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ. അനുഭവം ഇല്ലാത്തടത്തേക്ക് നമ്മൾ പോകില്ല, അനുഭവം ഉണ്ടെങ്കിൽ വരും ഇൻഷാ അല്ലാഹ്. എന്തൊക്കെ തന്നെ 4-5 ദിവസം കൂടെ ഒക്കെ ഉണ്ടാവും, വിളിച്ചു വയ്ക്കും, പറയാൻ പറ്റൂലേ, ഒരു ചിത്താന്തക്കാരാണ്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ, പറയാൻ പറ്റൂല എന്ന് പറയാം. ഒന്നും കൊണ്ട് വിളിച്ചറിയിച്ചാൽ വലിയ പണിയൊന്നും ഇല്ല. എൻ്റെ മോനെ ഏതായാലും ഇവിടെ ഇല്ലല്ലോ, എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെങ്കിലും റബ്ബേ ഏതായാലും പഠിച്ചോനെ സുഖപ്രസവം കൊടുക്കല്ലാ റബ്ബേ. അപ്പോഴും ആയുഷുമ്മ സൗദക്ക് വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു. ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല തൻ്റെ പ്രിയപ്പെട്ട നവാസിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നോ ഒന്നും അറിയില്ല. എന്നാൽ ഈ സമയം കുഞ്ഞിന് ശ്വാസമില്ലാതെ അവസ്ഥയാണ്. കുഞ്ഞിന് ഒരു അനക്കവുമില്ല. കഴിയുന്ന രീതിയിൽ CPR കൊടുത്തിട്ടും കുഞ്ഞിനെ നല്ല രീതിയിൽ തട്ടിക്കൊട്ടി വിളിച്ചിട്ടും കുഞ്ഞ് അനങ്ങുന്നേയില്ല. ശക്തമായ രീതിയിൽ അവർ ഹൃദയത്തിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ അമർത്തി കൊട്ടി കൊടുക്കുകയാണ്. ആ കുഞ്ഞൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് കഴിയുന്ന രീതിയിൽ കാല് മേലോട്ട് പിടിച്ച് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. എന്നാൽ പെറ്റ തള്ള അതൊന്നും അറിയുന്നില്ല. അവൾ അനസ്തേഷ്യയുടെ മയക്കത്തിൽ തന്നെയാണ്. എന്നാൽ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിലല്ലേ അതൊന്ന് കാണിച്ചു കൊടുക്കാനും പറയാനും പറ്റുള്ളൂ. പക്ഷേ കുഞ്ഞിനെ, ശ്വാസമില്ലാത്ത അനക്കമില്ലാത്ത കുഞ്ഞിനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന രീതിയിൽ അതിൻ്റെ ജീവൻ വെപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് എത്ര തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കുട്ടിക്ക് ശ്വാസം വന്നില്ല. കുട്ടിയാകെ ഒരു തളർന്ന് കിടക്കുന്ന രീതിയിൽ ഒരു ശ്വാസത്തിൻ്റെ തുടിപ്പ് പോലും അതിൻ്റെ ശരീരത്തിൽ കാണാനുമില്ല. നമ്മൾ നേരത്തെ പരിശോധിച്ചപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടതാണല്ലോ, പിന്നെ ഇതെന്ത് പറ്റി? കുഞ്ഞ് അതേ ഒരു കിടത്തം, ശ്വാസവുമില്ല, ഒന്നുമില്ല. ശക്തമായി ഡോക്ടർമാരും നഴ്സുമാരും അതിനെ അടിക്കുന്നു. അടിച്ചടിച്ച് എങ്ങനെയെങ്കിലും ആ ശബ്ദമൊന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട്. പക്ഷേ ഒരനക്കവുമില്ലായിരുന്നു. എന്തായിത്തീരും നവാസിൻ്റെ കുട്ടിയുടെ അവസ്ഥ? സത്താറും ഉമ്മയും ആഗ്രഹിച്ചതുപോലെ ആ കുഞ്ഞ് ഇല്ലാതാകുമോ? എന്നാൽ പിന്നെ അവർക്ക് അവിടെ സുഖമായി ജീവിക്കാലോ. മറ്റൊരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ അതെന്തൊക്കെ തന്നെയായാലും അവർക്കൊരു ശല്യമായി തീരുമല്ലോ. എന്തായിത്തീരും നവാസിൻ്റെ കുഞ്ഞ്? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.